ഹലോ എവ്രി വൺ. ഇന്ന് നമ്മൾ സണ്ണി മോർണിംഗ് എന്ന പേരുള്ള പ്ലേ ആണ് ഇന്ന് നമ്മൾ പരിശോധിക്കുന്നത്. ഇതും LLB സ്റ്റുഡൻസിന് പഠിക്കാനുള്ളതാണ്. പക്ഷെ വളരെ രസകരമായ ഒരു പ്രണയം ചാലിച്ച കഥയാണ് സണ്ണി മോർണിംഗ്. Serafin and Joaquin Quintero are two brothers who have carved a place for themselves in Spanish drama. These two dramatists are masters of light plays that capture the spirit of Spanish life. A Sunny Morning is a very entertaining comedy that depicts an old romance in a humorous and totally unsentimental light. ഒരു പഴയ പ്രണയം സാധാരണഗതിയിൽ സെൻറ്റിമെൻ്റലായിട്ടുള്ള ഒരു രീതിയിലായിരിക്കും വീണ്ടും പ്രണയിച്ചവർ വീണ്ടും കണ്ടുമുട്ടുന്നതും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ ഒരു ഇമോഷണൽ സെൻറ്റിമെൻ്റൽ രീതിയിലായിരിക്കും സാധാരണഗതിയിൽ പലയിടത്തും നമ്മൾ വായിക്കുകയും കാണുകയും ഒക്കെ ചെയ്തിട്ടുള്ളത്. പക്ഷേ സണ്ണി മോർണിംഗ് ഒരു എൻ്റർടൈനിങ് കോമഡി മാത്രമല്ല, അത് അൺസെൻറ്റിമെൻ്റലായ വളരെ രസകരമായ വ്യത്യസ്തരായ രണ്ട് മനുഷ്യരുടെ വീണ്ടുമുള്ള കൂടിക്കാഴ്ചയാണ് നമ്മളെ കാണിക്കുന്നത്. സെറാഫിൻ ആൻഡ് ജോക്വിൻ ക്വിൻറ്റെറോ എന്ന രണ്ട് ബ്രദേഴ്സാണ് അത് രചിച്ചത്. ദ സെറ്റിംഗ് ഈസ് എ പാർക്ക് ഇൻ മഡ്രിഡ്. ദ ഇറ ഈസ് എ ബൈഗോൺ ഇറ. The two main characters are Don Gonzalo and Donna Laura, a gentleman and a lady who are both over 70 years old. They meet by chance in the park. They are rude to each other at the beginning. ഒരു വഴക്കിലാണ് അവർ പരസ്പരം സംസാരിച്ച് തുടങ്ങുന്നത്, ചെറിയൊരു തർക്കത്തിൻ്റെ പേരിൽ. They exchange nasty remarks about each other's age, eyesight, and so on. But Don Gonzalo is forced to share the ladies' bench as no other bench is vacant. They slowly give up their animosity. അങ്ങനെ ഒരു ബെഞ്ചിൽ ഷെയർ ചെയ്ത് ഇരിക്കേണ്ട ഒരു അവസ്ഥ വന്നപ്പോൾ മറ്റ് ബെഞ്ചുകളൊന്നും പാർക്കിൽ ലഭ്യമല്ല അന്നത്തെ തിരക്ക് കാരണം. അങ്ങനെ അവർ പതുക്കെ കുറച്ച് കഴിഞ്ഞ് അവരുടെ ആ അനിമോസിറ്റി, അവരുടെ ആ പരസ്പരമുള്ള ദേഷ്യം, തുടക്കത്തിലുള്ള ദേഷ്യം വിട്ടുമറന്ന് മുന്നോട്ട് പോകുന്നു. The ill-natured beginning gives way to a friendly talk. As their conversation progresses, they recognize each other. However, both refuse to reveal their identities. This is because of the sad change that time has caused in their appearance and vitality. We learn that these two had, decades ago, been madly in love with each other. They discussed their love story, pretending that it was the story of Don Gonzalo's cousin and Donna Laura's friend. സംസാരം മുന്നോട്ട് നീങ്ങിയപ്പോൾ ഇവർ പണ്ട് പരിചയമുള്ളവരായിരുന്നു എന്നും ഒരേ സ്ഥലത്ത് ജീവിച്ചിരുന്നവരായിരുന്നു എന്നും ഒക്കെ അവർക്ക് മനസ്സിലാവുന്നുണ്ട്. പക്ഷേ അവരുടെ കഥയാണെന്ന് പരസ്പരം റിവീൽ ചെയ്യാതെ ഒരാളുടെ കസിനും മറ്റേയാളുടെ സുഹൃത്തിൻ്റെയും അറിയാവുന്ന രണ്ട് പേരുടെ കഥയായിട്ട് അവർ പരസ്പരം എന്തൊക്കെയാണ് സംഭവിച്ചത് എന്ന് പരസ്പരം സംസാരിച്ചു പോകുന്നു. ദി ഓൾഡ് റൊമാൻസ് അൺഫോൾഡ്സ് ആസ് എ ബ്യൂട്ടിഫുൾ സ്റ്റോറി ത്രൂ ദെയർ ഡയലോഗ്. Years and years ago, in a villa by the sea, there lived a beautiful woman. Her name was Laura Lorente. She had jet black hair, black eyes, fair skin, an uncommonly sweet expression, and a perfect figure. She was called the Silver Maiden. She was in love with a gallant young man called Gonzalo. He would pass by her house every morning on horseback, throw a bouquet of flowers onto her balcony. ഒരു സ്പാനിഷ് റൊമാൻസ് ആണ് അവിടെ നമ്മുടെ മുന്നിൽ വരുന്നത്. In the afternoon, he would return and she would throw him a bouquet. തിരിച്ച്. Sadly, this romance was cut short. Laura's parents wanted her to marry a merchant. One night, when the lover was waiting under the balcony, the merchant came there and insulted him. ഈ ലവറായിട്ടുള്ള പുരുഷനെ. There was a quarrel followed by ഡുവൽ ഓൺ ദ ബീച്ച്. ഡുവൽ എന്ന് പറയുന്നത് ഇതുപോലെയുള്ള പ്രണയ തർക്കങ്ങളും അഭിപ്രായ വ്യത്യാസങ്ങളും ഒക്കെ ഉണ്ടാകുമ്പോൾ സ്പെയിൻ പോലെയുള്ള രാജ്യങ്ങളിൽ പണ്ട് അത് ഒരു വാൾപ്പയറ്റിൽ തീരുമാനിച്ചിരുന്ന ഒരു കാര്യമാണ് ഡുവൽ ഉദ്ദേശിക്കുന്നത്. ദ മെർച്ചന്റ് വാസ് സീരിയസ്ലി വുണ്ടഡ് ആൻഡ് ദ ലവർ ഹാഡ് ടു ഫ്ലീ. He wrote many letters to Laura, but they were intercepted by her parents. Thus their love affair ended. At this point in the play, the two old people start fabricating noble and tragic ends for themselves. അപ്പോൾ അങ്ങനെ അവരുടെ പ്രണയം നഷ്ടപ്പെട്ടു പോയി എന്ന് സമ്മതിക്കാതെ അവർ രണ്ടുപേരും വളരെയധികം വെയിറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊക്കെ ഇവർ കഥ ഉണ്ടാക്കി പറയുകയാണ്. Gonzalo says his cousin in despair joined the army, went to Africa and met his death.
with Laura's name on his lips. അങ്ങനെ ഇത് ഓർത്ത് യുദ്ധത്തിൽ പോയി പങ്കെടുത്ത് മരിച്ചു എന്നുള്ള രീതിയിൽ ഒരു കഥ പറയുന്നു. ലോറ പറയുന്നു she knows this is a lie and she promptly creates a suitable tragic end for her friend. According to her, Laura waited a year but there was no letter from her lover, so one day she went to the beach, wrote Gonzalo's name on a rock and was washed away by the high tide. അങ്ങനെ കടലിൽ ചാടി ഒരു വർഷത്തിന് ശേഷം ലവറിൻ്റെ പേര് ഒരു കല്ലിൽ കൊത്തി വെച്ച് കടലിൽ ചാടി മരിച്ചു എന്ന് പറയുന്നു. അവരും അതൊരു റൊമാൻറ്റിക് ആയിട്ടുള്ള രീതിയിൽ ആ കഥ കൊണ്ട് നിർത്താൻ ശ്രമിക്കുന്നു. Gonzalo knows of course that this is a lie. The reality told to us in Asides is that 2 months after the duel, Gonzalo ran off to Paris with a ballet dancer and 2 years after the event Laura married someone else. ശരിക്കും സംഭവിച്ചത് മറ്റൊരു പെൺകുട്ടിയുമായിട്ട് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ ഗൊൺസാലോയ്ക്ക് ഒരു അവസരം ലഭിച്ചു. അയാൾ അങ്ങനെ പിന്നാലെ പോയി. അതേ സമയത്ത് 2 വർഷത്തിന് ശേഷം ലോറ മാരി ചെയ്തു. As the play ends, the two are happy that they have met again but still reluctant to confess their true identities. They would rather remember each other as the black-eyed beauty and the gallant horseman, but they promise to meet the next day and to sit on the same bench. The play ends on this sunny and hopeful note. അങ്ങനെ വളരെ ഹോപ്പ്ഫുള്ളായിട്ടുള്ള രീതിയിൽ പ്ലേ എൻഡ് ചെയ്യുന്നു. എന്താണ് അതിന് ശേഷം സംഭവിക്കുക? ഈ ജീവിതത്തിൻ്റെ സായാഹ്നത്തിൽ അവർ വീണ്ടും ഒരു നിശബ്ദമായ പ്രണയം തുടരുമോ എന്നുള്ളതൊന്നും ആ എൻഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാവില്ല. പക്ഷെ അവർ അവരുടെ ജീവിതത്തിനെ അക്സെപ്റ്റ് ചെയ്തു. ആ പ്രണയത്തിൻ്റെ സംഭവിച്ചതെല്ലാം അവർ പോസിറ്റീവായി കാണാൻ അവർക്ക് ശേഷിയുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാവുന്നു. വളരെ വ്യത്യസ്തമായ രീതിയിൽ 2 വ്യക്തികളെയാണ് നമ്മളിവിടെ കാണുന്നത്. തീർച്ചയായും വായിക്കാൻ കഴിയുമെങ്കിൽ ഈ സ്റ്റോറി വായിക്കണം. ഇതാണ് അതിൻ്റെ ഒരു ചുരുക്കം. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. താങ്ക് യു ഓൾ. Oh